ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മൂത്രത്തിൽ പഴുപ്പിനെ കുറിച്ചാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ UTI. ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് വരുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ആയുർവേദ ചികിത്സകളിലൂടെ എങ്ങനെ നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം, അതുപോലെ ഒറ്റമൂലികൾ എന്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നു, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. UTI അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, നമ്മൾ മലയാളത്തിലെ മൂത്രത്തിൽ പഴുപ്പ് എന്ന് വിളിക്കുന്ന ഈ ഒരു അവസ്ഥ എല്ലാ പ്രായക്കാരിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലെ ഒരു ഏജ് ഗ്രൂപ്പ് ഒന്നുമില്ല. ചെറിയ കുഞ്ഞുങ്ങള് തൊട്ട് വലിയ പ്രായമായവരിൽ വരെ ഇത് കാണാറുണ്ട്. അപ്പൊ ഇതില് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് ആദ്യം കടക്കാം. ലക്ഷണങ്ങളിലേക്ക് വരുന്ന സമയത്ത് കൂടുതലായിട്ടും തുള്ളി തുള്ളിയായിട്ട് മൂത്രം വരിക, അതേപോലെ തന്നെ മൂത്രത്തിൽ അവിടെ ഒരു കുത്തി കുത്തി വേദന വരുന്നു മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത്, അതേപോലെ അടിവയറ്റില് നല്ല രീതിയിൽ ഒരു നീർക്കെട്ട് പോലെ തോന്നാം, അതേപോലെ പനി വരിക, ഷിവറിങ് വരിക, തുള്ളൽ പനി, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. തുള്ളൽ പനി വരും. പിന്നെ നാക്കില് വെളുത്ത പൂപ്പല് പോലെ കാണാം. അതിന്റെ ഒരു എക്സ്ട്രീം ഒരു സിവിയാരിറ്റി അനുസരിച്ച് അത് കറുത്ത കളറിലേക്ക് മാറും. കറുത്ത പൂപ്പലായിട്ട് കറുത്ത കളറായിട്ട് നാവില് കാണും. അപ്പോൾ ഇത് വരാറുണ്ട്. പിന്നെ നടുവേദന ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു ലക്ഷണമാണ് നടുവേദന. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളാണ് ഇതിന്റെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ. അപ്പൊ ഇത് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും ഇത് UTI ആണെന്ന്. മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഇല്ലാതെ തന്നെ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. പിന്നെ ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇതിന്റെ കാരണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? വെള്ളം കൂടി കുറയുന്നത് കൊണ്ട് തന്നെയാണ്, അല്ലെ? ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പലരിലും വിമുഖത കാണാനുണ്ട്. പലപ്പോഴും നമ്മുടെ പേഷ്യൻസിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് 1.5 ലിറ്റർ കുടിച്ചു, 2 ലിറ്റർ കുടിച്ചു എന്നൊക്കെ പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. അപ്പോ അത് എപ്പോഴും നമ്മുടെ ശരീരത്തിലെ ഇത്തരം യൂറിനറി ഇൻഫെക്ഷൻ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ മൂത്രം പിടിച്ചു വെക്കുകയാണെങ്കിൽ, അതായത് ഒഴിച്ചു കളയാതെ നമ്മൾ പിടിച്ചു വെക്കുന്ന അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകും. അതായത് നമ്മൾ സ്കൂള്, കോളേജ്, ഓഫീസ്, അതുപോലെ പബ്ലിക് ഏരിയാസിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് മേ ബി നമുക്ക് ഹൈജീന്റെ ഭാഗമായിട്ടായിരിക്കാം നമ്മൾ മൂത്രം ഒഴിക്കാതെ ചിലപ്പോൾ പിടിച്ചു നിർത്താറുണ്ട്. നമുക്ക് വൃത്തിയില്ലായ്മ ഫീൽ ചെയ്തിട്ടായിരിക്കും അത്തരം ബാത്റൂമിലായോട്ടെ ടോയ്ലറ്റിലൊക്കെ നമുക്ക് പോകാനായിട്ടൊരു മടി ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങളിൽ നമ്മൾ മൂത്രം പിടിച്ചു വെക്കുമ്പോൾ അത് പിന്നീട് UTI എന്ന അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളിൽ കാണുന്ന ഒരു പ്രവണതയാണ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് അവര് മൂത്രം ഒഴിക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ വരുന്ന ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമുക്കിത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് നമ്മുടെ ഈ വെള്ളം ഈ മൂത്രത്തിൽ കുറയുന്നത് എന്നുള്ളതും കൂടി നമ്മൾ പറയണം. എന്തുകൊണ്ടാണ് ഈ UTI ഉണ്ടാകുന്നത്? അതായത് നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് ചിലപ്പോൾ ഒരു 1.5 ലിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ 2 ലിറ്റർ ആയിരിക്കാം. അപ്പൊ നമ്മളത് കുടിക്കുന്ന അവസരത്തിൽ ഈ വെള്ളം എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് ശരീരം ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഡൈജഷൻ ഉപയോഗിക്കുന്നു, ദഹന പ്രക്രിയ കറക്റ്റ് ആയിട്ട് നടക്കാനായിട്ട് അവർ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ബ്ലഡ്, നമ്മുടെ രക്തത്തിലെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതുപോലെ ബ്ലഡ് നല്ല രീതിയിൽ സർക്കുലേറ്റ് ചെയ്യാനായിട്ട് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 3 കാര്യത്തിന് പ്രാഥമികമായിട്ട് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിൽട്രേഷന്. ഇപ്പൊ കിഡ്നിയിലാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. കിഡ്നിയിൽ മാത്രമല്ല, ചെറിയ ലിവറിലും ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പൊ ഈ 2 സ്ഥലങ്ങളിലും വെള്ളത്തിന്റെ ആവശ്യകതയുണ്ട്. ഓക്കെ, അപ്പൊ വെള്ളം അവിടെയും എടുക്കുന്നു. ഇത്രയും പ്രോസസ്സുകൾക്കും വെള്ളം ആവശ്യമാണ്. ഇത് കൂടാതെ പിന്നെ എന്തൊക്കെ കാര്യത്തിനാണ്? വിയർപ്പ്, നമ്മുടെ ശരീരത്തിൽ വിയർപ്പ് കൊണ്ട് കുറെ വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പൊ ആ രീതിയിൽ നമുക്ക് വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനൊക്കെ ശേഷമാണ് ഈവൻ നമുക്ക് മലത്തിലും മൂത്രത്തിലും വെള്ളം നഷ്ടപ്പെടുന്നത്, അതിന്റെ ആവശ്യത്തിന് വേണ്ടി വെള്ളം ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മലത്തില് ജലാംശം കുറഞ്ഞ് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ മൂത്രത്തിലെ ജലാംശം കുറഞ്ഞ് നമുക്ക് UTI ഇൻഫെക്ഷൻ വരും. മനസ്സിലായോ? അപ്പൊ ഒരു ചെറിയ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഞാനിത് ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 3 ലിറ്റർ വെള്ളം നമ്മൾ തീർച്ചയായിട്ടും കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി UTI വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഡോക്ടറെ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ ഞെരിഞ്ഞിലൊക്കെ നമുക്ക് ഈ പച്ചമരുന്ന് കടകളിലൊക്കെ ലഭിക്കും. ഞെരിഞ്ഞിൽ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്. അപ്പൊ അത് നന്നായി വെള്ളം തിളപ്പിച്ച് ഞെരിഞ്ഞിലിട്ട് അത് നന്നായി വെട്ടി തിളപ്പിക്കണം കേട്ടോ. അതിലത്തെ സത്ത് മുഴുവൻ അതിലേക്ക് ഇറങ്ങണം. ആ രീതിയിൽ വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഇതിന്റെ ചണ്ടി നമ്മൾ മാറ്റിക്കളയണം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ വെള്ളം കുടിക്കുന്നത് നമുക്ക് UTI ഇൻഫെക്ഷൻ വരാതിരിക്കാനും നല്ലതാണ്, വന്നത് പോവാനും നമുക്ക് ഈ ഒരു പ്രയോഗം നല്ലതാണ്.
അതുപോലെ തന്നെ ചെറുള, അതുപോലെ ബാർലി വെള്ളം ഇതും നല്ലതാണ്. ചെറുളി ഇട്ട് തിളപ്പിച്ച വെള്ളം വളരെ നല്ലതാണ്. അതുപോലെ മല്ലി വിത്തിട്ട് തിളപ്പിച്ച വെള്ളം ഇങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തഴുതാമ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം. ഇതും നമുക്ക് UTIക്ക് വളരെ നല്ലതാണ്. അതുപോലെ തഴുതാമ ഇല നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. ഇത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു തോരനായിട്ട് നമുക്ക് ഡെയിലി നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് 2 ഒറ്റമൂലികളാണ് ഞാൻ പറഞ്ഞത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, അതായത് നമ്മളിപ്പോ യൂറിൻ ഉള്ളിലേക്ക് കുടിക്കുന്നതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്ക് ഒഴിക്കാനും ശ്രമിക്കണം. പലപ്പോഴും പലരും ചെയ്യുന്നത് പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതൊരിക്കലും ചെയ്യരുത്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് യൂറിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഒറ്റമൂലിയാണ് നമുക്ക് കണിക്കൊന്ന ഇല വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കണിക്കൊന്ന ഇല, വാളംപുളിയുടെ ഇല, അല്ലെങ്കിൽ ആര്യവേപ്പിന്റെ ഇല, ഇതിൽ ഏതെങ്കിലും ഇല നമുക്ക് യൂസ് ചെയ്യാം. അത് തിളപ്പിച്ച് നമുക്ക് കുടിക്കുന്നത് അത് നല്ലതാണ്. ചെറിയ ചൂടോടുകൂടി കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ കണിക്കൊന്നയുടെ ഇലയൊക്കെ നമുക്ക് ആ ഭാഗം കഴുകാനായിട്ട് യൂസ് ചെയ്യാം. അതായത് ജനൈറ്റൽ ഏരിയാസ് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും നമുക്ക് പെട്ടെന്ന് തന്നെ UTI കുറയ്ക്കാനായിട്ട് സാധിക്കും. കാര്യം അവിടെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറണം. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണറിന് ഇത്തരം UTI ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേ പാർട്ട്ണർക്ക് വരാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മുടെ ജനൈറ്റൽ ഏരിയാസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ഇത്തരം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഒരു കുറച്ച് നാള് നിങ്ങൾ തമ്മിലുള്ള സെക്ഷുവൽ കോണ്ടാക്ട് ഒന്ന് നിർത്തിവെക്കുന്നത് നല്ലതായിരിക്കും, ഈ ഇൻഫെക്ഷൻ പോകുന്നത് വരെ. അതല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റു പാർട്ട്ണറിനും കൂടി ഇത് കിട്ടാനായിട്ട് കാരണമാകാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയേണ്ടത്, UTI വന്നാലും അത് വന്നു പോയാലും നമുക്കത് കുറെ നാളത്തേക്ക് ഈ ബാക്ടീരിയ അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യേണ്ടതാണ്. നമ്മൾ തീർച്ചയായിട്ടും ചികിത്സകൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന അവസരത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്യൂർ കിട്ടില്ല. ഈ ബാക്ടീരിയ അവിടെ തന്നെ ഇരിക്കും. പിന്നീട് ഇത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കാവുന്നത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് കേട്ടോ. ഇതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതി നമുക്ക് പറയാം. അപ്പോൾ ഇതില് എന്തൊക്കെ ഔഷധങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബൃഹത്യാദി കഷായം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ചന്ദ്രപ്രഭ ഗുളിക, ഇത് വളരെ നല്ലതാണ് ഈ ഒരു അവസ്ഥയ്ക്ക്, UTIയുടെ അവസ്ഥയ്ക്ക്. അത് പക്ഷെ ഓരോ അവസ്ഥ അനുസരിച്ചിട്ടാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. മൈൽഡ് ടു സിവിയർ. അപ്പോൾ ഇതിൽ ഏറ്റവും ഭയങ്കര സിവിയാരിറ്റി ഉള്ള കേസുകൾക്കൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൺസൾട്ടേഷൻ എടുക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതില് നമുക്ക് വെള്ളമായിട്ട് കുടിക്കാനായിട്ട് നമുക്ക് ഒരു കഷായം ഉണ്ടാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് 21 പഴുക്കപ്ലാവിലെ ഞൊട്ടാണ്. അതിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം അത് ചട്ടിയിലിട്ട് വറുത്ത്, ഈ ജീരകം പൊട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 6 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ജീരകം പൊട്ടുന്നതിന് മുൻപ് ഒഴിക്കാനായിട്ട് പാടില്ല. പൊട്ടുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വെള്ളം ഒഴിക്കാം. ആ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തിളയ്ക്കുന്ന സമയത്ത് തിളച്ച് അത് 3 ഗ്ലാസ് വെള്ളമായിട്ട് വറ്റിക്കുക. ഓക്കെ, ബോയിൽ ചെയ്തിട്ട് അതിനുശേഷം അതിൽ 6 ധന്വന്തരം ഗുളിക നന്നായി ചതച്ചരച്ച് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതൊരു 50 ml വെച്ചിട്ട് ദിവസേന നമ്മൾ കുടിക്കുക. ഇത് വളരെ നല്ലതാണ്. ഇതൊരു 10-16 ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ഒരുപാട് നാളായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം, ഈ ഒരു UTI, ചില ആളുകളിൽ ഇത് പോവാറില്ല, ഇത് എപ്പോഴും ഇങ്ങനെ ഉപദ്രവം കൊണ്ടിരിക്കാറുണ്ട്. അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ മാറാൻ ഇത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യാം. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു കഷായവും ഗുളികയും ഒക്കെ കഴിക്കാം. പക്ഷെ ഇതൊരിക്കലും നിങ്ങൾ സ്വയം ചികിത്സ ചെയ്യരുത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ഇതിന് കോംപ്ലിക്കേഷൻസ് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറെ നാള് കൊണ്ടു നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് വന്ധ്യത. അതായത് ഇത് നമ്മുടെ ആ ഒരു ജനൈറ്റൽ ഏരിയാസിലൊക്കെ ഒരുപാട് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുകയും അതുമൂലം നമുക്ക് വന്ധ്യത ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. ദർ ഇസ് എ ചാൻസ്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. UTI വന്നാൽ എല്ലാവർക്കും വന്ധ്യത ഉണ്ടാവുമെന്നല്ല പറയുന്നത്. അതിങ്ങനെ കുറെ കാലക്രമേണ അത് വന്ധ്യതയാകാനുള്ള സാധ്യത ഉണ്ട്. കുറെ നാൾ ഈ ഇൻഫെക്ഷൻ തുടർച്ചയായിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു, ഒരിക്കലും സ്വയം ചികിത്സ ചെയ്യരുത്. ഒറ്റമൂലികളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. പക്ഷെ മരുന്നുകൾ തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മേടിച്ച് യൂസ് ചെയ്യുക.
അപ്പൊ നിങ്ങൾക്ക് UTI ഇൻഫെക്ഷൻ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടും മാറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും തിരിച്ചു വിളിച്ച് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഔഷധങ്ങൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം നമ്മളെ ശ്രമിച്ചതിന്. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.